ഹലോ ഗൈസ്, എൻ്റെ പേര് മുജീബ് എന്നാണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാറായി. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ നിലവിലൊരു ഡ്രൈവറാണ്. അങ്ങനത്തെ വ്ളോഗുകളും അങ്ങനെയുള്ള വീഡിയോസും ആയിരിക്കും ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അപ്പോൾ ആദ്യമായാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ എന്നെ നയിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഈ വാഹനം നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാമെന്നൊരു പ്ലാനും കൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആക്കിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേസ് എൻ്റെ വണ്ടി. എൻ്റെ കൂടെ ട്രിപ്പിന് വരുന്നത് ജിബ്നാസിക്കായും ഫാമിലിയാണ്. അദ്ദേഹം ഒരു യൂട്യൂബറാണ്. പിന്നെ ഞങ്ങൾ 2 ഡ്രൈവറാണ് ഈ ട്രിപ്പ് പോകുന്നത്. വണ്ടി കയറിയപ്പോൾ തൊട്ടേ പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ജിബ്നാസിക്ക നല്ലൊരു യൂട്യൂബർ മാത്രമല്ല, ഒരു ഗായകനും കൂടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽവിനാണ് എൻ്റെ കൂടെ വന്നത്. അവൻ എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് അവനാണ് കൂടുതലും വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി കണ്ണടയൊക്കെ വെച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയത് രാത്രി ഭക്ഷണം കഴിക്കാനാണ്. കോഴിക്കോട് കഴിഞ്ഞൊരു കണ്ണൂരൊക്കെ എത്താറായപ്പോൾ ഒരു ചെറിയൊരു തട്ടുകടയിലായിരുന്നു ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് നേരെ ശിരൂരിലേക്കാണ്. ശിരൂർ എന്ന് പറയുമ്പോൾ തന്നെ ഗോവയിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരിടമാണ്. കാരണം ശിരൂർ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ഗംഗാവാലി പുഴയും അർജുനും എല്ലാം നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു തീരാവേദനയാണ് ശിരൂർ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഞങ്ങൾ 1 മിനിറ്റ് അവിടെ വണ്ടി നിർത്തുകയും ആ സ്ഥലങ്ങളൊന്ന് കാണുകയും ആ സങ്കടത്തിൽ പങ്കുചേരുകയും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് തന്നെ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാണ് ഗസ്റ്റ് വന്നത്. പക്ഷേ നല്ല മഴയായതുകൊണ്ട് എങ്ങും ഇറങ്ങാൻ പറ്റിയില്ല. അവർ പിന്നെ വണ്ടിയിൽ ഒരുപാട് എൻജോയ് ചെയ്തതുകൊണ്ട് പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് അവർ പറയുകയും ചെയ്തു. ഈ മുന്നിൽ കാണുന്നത് ഗോവയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു ഗോവയുടെ എൻട്രി എന്ന് തന്നെ പറയാം, ഒരു ടണലാണ്. ഈ ടണൽ ഏകദേശം 1 കിലോമീറ്ററോളം കാണും. ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു ടണലുണ്ട്. ഈ ടണൽ ഇറങ്ങിയാൽ തൊട്ട് ചേർന്ന് തന്നെ അടുത്ത ടണലാണ് മുന്നിൽ വരുന്നത്. ഈ 2 ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഒരു ബ്രിഡ്ജിലാണ്. നിങ്ങൾക്ക് കാണാം ആ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഗോവ എത്തി എന്ന് തന്നെ പറയാം. നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ ബ്രിഡ്ജ്, ഇത്ര മനോഹരമായ ഈ ബ്രിഡ്ജാണ് ഗോവയിലേക്ക് എത്തി എന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു സ്ഥലം. ഈ വളരെ മനോഹരമായി നിർമ്മിച്ച ഈ ബ്രിഡ്ജ് ഇരിക്കുന്നത് പഞ്ചിം എന്ന സ്ഥലത്താണ്. ഈ ബ്രിഡ്ജിന് ഒരു പേരുണ്ട്, അട്ടൽ സേട്ട് എന്നാണ് ഈ ബ്രിഡ്ജിൻ്റെ പേര് തന്നെ. ശേഷം നമ്മൾ നേരെ എത്തിയത് ഹോട്ടലിലോട്ടാണ്. നമ്മൾ റൂം എടുത്തത് അഞ്ജന ബീച്ചിൻ്റെ അടുത്തായിരുന്നു. അഞ്ജന ബീച്ചിൻ്റെ അടുത്ത് ഹോട്ടൽ ലഗോണ എന്ന് പറയുന്നൊരു ഹോട്ടലായിരുന്നു. വലിയ എക്സ്പെൻസീവ് അല്ലാത്തൊരു സാധാരണ രീതിയിലുള്ളൊരു ഹോട്ടലായിരുന്നു. നമ്മളവിടെ ചെന്ന് നേരെ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു നേരെ അങ്ങോട്ട് പോയത്. നല്ല യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങളെങ്ങും പോയില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ നേരെ പോയത് ആരമ്പോൾ ബീച്ചിലോട്ടാണ്. നോർത്ത് ഗോവയിലെ മറ്റൊരു പ്രധാന ബീച്ചാണ് ആരമ്പോൾ ബീച്ച്. വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാൻ ബീച്ചിലോട്ട് പോയത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഗോവയ്ക്ക് പോകുന്നത് തന്നെ. എൻ്റെ പ്രതീക്ഷകൾ എന്നെ ഒട്ടും തെറ്റിച്ചില്ല. വളരെ മനോഹരമായ വൃത്തിയുള്ളൊരു ബീച്ചായിരുന്നു ആരമ്പോൾ ബീച്ച്.
കുറേ നേരം ഞങ്ങളതിലൂടെയൊക്കെ നടന്നു, ആ സ്ഥലങ്ങളെല്ലാം നന്നായി എക്സ്പ്ലോർ ചെയ്തു. അന്ന് രാത്രി ഞങ്ങൾ ഗോവയിൽ ആരംബോൾ ബീച്ചിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അവിടെ ഒരു ഷാക്കിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട നമ്മുടെ ഒരു കേരള ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ 3-4 വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു നമുക്ക് തന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലോട്ടാണ്. ബാഗ ബീച്ച് ഗോവയുടെ മറ്റൊരു മനോഹരമായ ബീച്ചാണ്. അതുമാത്രമല്ല വല്ലാത്തൊരു വൈബായിരുന്നു. നൈറ്റ് ലൈഫ് ഇത്രയും മനോഹരമായി ആസ്വദിക്കാൻ പറ്റിയൊരു ബീച്ച് വേറെ ഇല്ലയെന്ന് തന്നെ ഗോവയിൽ പറയാം. അപ്പോൾ ഈ ഗോവ വീഡിയോ അവിടെ അവസാനിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ.